കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകും. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. രണ്ടാം പ്രതിയും ശരണ്യയുടെ കാമുകനുമായ നിധിനെ കേസിൽ വെറുതെ വിട്ടിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാതിരുന്ന പ്രോസിക്യൂഷന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ശരണ്യ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് എപ്പോഴാണ് കേസ് കോടതി പരിഗണിക്കുന്നത്? രാഖി, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ഈ കണ്ണൂർ തയ്യലിൽ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത്. അമ്മയുടെ ആൺസുഹൃത്തായ നിധിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്രിമിനൽ ഗൂഢാലോചന അടക്കം തെളിയിക്കാൻ സാധിക്കാതിരുന്ന പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനുമെതിരെ കോടതി വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതായത് ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാതെ ഈ അമ്മ ശരണ്യയും അതുപോലെ തന്നെ ആൺസുഹൃത്തും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കാനുള്ള ഒരു താല്പര്യമാണ് പോലീസ് കാണിച്ചത്. അതൊരു മോറൽ പോലീസിംഗ് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയെന്നൊരു വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. മാത്രമല്ല, ഈ കൊലപാതകം നടത്തിയത് അമ്മ തന്നെ എന്ന് തെളിയുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് കോടതി കഴിഞ്ഞ ദിവസം തന്നെ ഈ ശരണ്യയെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഇവരുടെ ശിക്ഷ വിധിക്കുക. ജീവപര്യന്തം ശിക്ഷ വേണം എന്നൊരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷ അമ്മ ശരണ്യയ്ക്ക് നൽകണമെന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത്. അമ്മ ശരണ്യ ഈ കുട്ടിയെ കടലിലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോയ സമയത്ത് വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച ഈ ഉപ്പുവെള്ളത്തിൻ്റെ അംശമാണ് കേസിലെ നിർണായക തെളിവായത്. മറ്റൊന്ന്, ഈ പാറയിടുക്കിൽ നിന്ന് ശരണ്യയുടെ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു. അതും കേസിൽ നിർണായക തെളിവായി മാറുകയും ചെയ്തിരുന്നു. ഈ തെളിവുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ശരണ്യ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. ആ കേസിലാണ് ഇപ്പോൾ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവുക. ഏതായാലും ഒരു 11 മണിയോടുകൂടി തന്നെ കേസ് കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം ഈ അമ്മയുടെ മാനസികാവസ്ഥ അടക്കം ഉള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ പോലീസ് നൽകുകയും ചെയ്തു. ഇന്ന് പ്രോസിക്യൂഷനെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തിൻ്റെയും വാദം കേട്ടതിന് ശേഷമായിരിക്കും ശിക്ഷ വിധിക്കുക. അപ്പോൾ അല്പമെങ്കിലും സമയം വൈകുമെന്നൊരു കാര്യത്തിൽ കൂടി സംശയം നിലനിൽക്കുന്നുണ്ട്. രാഖി.